ഇനി നമുക്ക് നമ്മുടെ ഈ വിജയത്തിലേക്ക് വരാം. ഈ വിജയം ദിലീപേട്ടൻ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു സാധനം ടേക്ക് ഓഫ് ചെയ്യുന്നോ? അല്ല, കഥ കേൾക്കുമ്പോൾ എന്തായാലും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത്, വിനീത് ഇത് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ അങ്ങനെ തീരുമാനമൊന്നും ആയിട്ടില്ല, ഇനി നമ്മൾ ചേട്ടൻ ഓക്കെ ആണെങ്കിൽ അടുത്ത പരിപാടി. ഞാൻ പറഞ്ഞു, ആരെയും അന്വേഷിക്കരുത്, ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത്. കാരണം ഒരു ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പോസിറ്റീവ് വൈബും, അതുപോലെ തന്നെ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ഈ പവിത്രനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒരു ശുദ്ധനായ ഒരാൾ, അയാൾ ഇപ്പോഴത്തേതായിട്ടുള്ളൊരു കാര്യമാണ്, അയാൾ വലിയ ശ്രദ്ധയൊന്നുമില്ല. കാരണം അയാൾ മൊത്തം ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറാണ്, നൈറ്റിൽ സെക്യൂരിറ്റിയാണ്, 10-18 വർഷം അയാൾ ഗൾഫിലായിരുന്നു. അയാൾ മറ്റുള്ള നമ്മൾ പറയുന്നുള്ളൂ, കാരണം ഫാമിലിക്ക് വേണ്ടി ജീവിച്ച് അങ്ങനെ പോയ ഒരാൾ. അയാളുടെ ജീവിതത്തിൽ ഒരു കല്യാണം കഴിക്കാൻ പോലും അയാൾക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടി ശ്രമിക്കാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. എല്ലാവരുടെ കാര്യങ്ങളായിട്ട് പോയി. അങ്ങനെ ജീവിതത്തിൽ കല്യാണപ്രായവും കഴിഞ്ഞ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ. അപ്പോൾ അയാളൊരു പ്രണയത്തിൽ പെടുന്നതും അയാളുടെ രസകരമായ കുറേ സീക്വൻസുകളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം വന്നാണ്. പവിത്രനെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ് ശരിക്കും. അതാണ് ഓരോ സീൻ ബൈ സീൻ കാണുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് ആ സാധനം. പിന്നെ എനിക്കൊരു ക്രൈം ത്രില്ലർ നമ്മൾ കാണില്ല, ഒരാളെ കൊന്നു എന്നിട്ട് നമ്മളെ കൊന്നത് ആരാണ് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നമ്മളിങ്ങനെ ആ ഒരു അതോടെ ഇരുന്ന് ആദ്യമായിട്ടാണ് ഈ സിനിമയിലെ നായിക ആരാണ് എന്നുള്ള ഒരു റൊമാൻസിലെ സസ്പെൻസ് അന്വേഷിച്ച് കിടക്കുക. ശരിക്കും എനിക്ക് തോന്നി ഇതിനു മുമ്പേ ഇത്ര അധികം ചുറ്റപ്പെട്ട നായകന്മാരായിട്ട് എനിക്ക് ഓർമ്മയിൽ പെട്ടെന്ന് വന്നത് സമ്മർ ഇൻ ബാത്തിലേക്ക് മാത്രമേ ഉള്ളൂ. അതിനകത്തും ഇത്രയ്ക്കൊരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അത് ഇതിലേതെങ്കിലും ഒരാളായിരിക്കും, ഇതായിരിക്കും. പക്ഷെ ഇത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇതായിരിക്കും ആദ്യം ഞങ്ങൾ വിചാരിച്ച ഒരാളായിരിക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പം വിചാരിച്ചു, പിന്നെ ഞാനും മോളും കൂടെ ഫൈറ്റ് ആയി, അല്ല അതാണ് ഇതാണ് അവസാനം ക്ലൈമാക്സിൽ. അത് ഭയങ്കര അത് നിങ്ങൾ കാണണം, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ്. നായികയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയ്ക്കൊരു സംഭവം. എനിക്ക് തോന്നുന്നത് 5 നായികമാർ ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ സിനിമ. അതെ, ദിലീപേട്ടൻ്റെ ഫസ്റ്റ് മൂവിയാ. അതെ. ആദ്യം നമ്മള് 5 പേരും പഴയ ആൾക്കാരെ എന്നുള്ളതായിരുന്നു. പിന്നെ അത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അത് അവരുടെ ഇടയിൽ ചിലപ്പോൾ അതൊരു ഈഗോ പ്രോബ്ലം വരുമോ, പിന്നെ നമുക്ക് ഡേറ്റ് പ്രോബ്ലം വരുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. പിന്നെ ജനം ഏത് രീതിയിൽ എടുക്കും, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വന്നപ്പോഴേ ഞാൻ പിന്നെ നമുക്ക് പുതിയ ആൾക്കാരെ ആലോചിച്ചാലോ. അവരെന്ന് വെച്ചാൽ ചേട്ടാ അത് എൻ്റെ മനസ്സിലുണ്ട്, പുതിയതാണെങ്കിൽ നമുക്ക് കുറേ ഒരു ലിബറലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, കാരണം ഡേറ്റ്സിന് പ്രോബ്ലം ഉണ്ടാവില്ല, നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എപ്പോൾ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സീൻ വേണേലും എടുക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പഴയ ആൾക്കാർക്ക് ഇത് പുതിയ ആൾക്കാർക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമുക്കത് ഫിക്സ് ചെയ്യാം, അതിൽ വേറെ ടെൻഷനൊന്നുമില്ല. പക്ഷെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം വിനീതിൻ്റെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഓഡീഷനൊക്കെ വെച്ചിട്ട് പിന്നെ കുറേ പിന്നെ ഓരോ ആൾക്കാരെ അവരുടെ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും. അങ്ങനെ നോക്കി നമുക്ക് ഇന്നാളെ അങ്ങനെയാണ് കൂടുതൽ പണിയെടുത്തിരിക്കുന്നത് വിനീത് തന്നെ. ഫൈനലി നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ഓക്കെ ഇത് കറക്റ്റ് ആണല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിനാണ് പെർഫോമൻസ്, ഇതാണ് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്തേക്കണം. ഓക്കെ അതിൽ ഒരാൾ മാത്രമാണ് അതിന് മുമ്പ് ഏതൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഈ സിനിമയ്ക്ക് എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള എത്ര നായികമാരായി എവിടെ തിരിഞ്ഞാൽ അടുത്ത സീനിൽ പുതിയൊരു നായിക, അങ്ങനത്തെ ഒരു സാധനം, അതൊരു വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു. ഇനി നമുക്ക് ഈ പവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ പവിനെ പോലെ തന്നെ ഒരു അങ്ങനത്തെ ഒരു ഒറ്റബുദ്ധിക്കാരനാണോ ശരിക്കും പറഞ്ഞ ദിലീപേട്ടൻ? എനിക്ക് എൻ്റെ അറിവിൽ ദിലീപേട്ടൻ അങ്ങനെ ഒരാളല്ല. ഇല്ല, പവിത്രനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അതെ, അങ്ങനെയല്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒറ്റബുദ്ധിയിൽ പവിത്രൻ എല്ലായിടത്തും പോയി അബദ്ധത്തിൽ പെടുവാണ്. എത്ര അബദ്ധങ്ങളാണ്. ഇയാൾക്ക് ഒരു ആവശ്യമില്ല. ഇപ്പൊ ഞാന് വിനീതന്നെ അത് പറഞ്ഞ് കളിയാക്കും, ചില ഞാനിത് നിങ്ങളിലാണ് കണ്ടേക്കണേ. അപ്പൊ ഞാൻ ഒന്നുമില്ല, ഞാൻ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ മോണിറ്ററിൽ പോയി, ഇപ്പൊ നമുക്കിത് കാണാലോ. അപ്പൊ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ചിരിച്ചുപോയി. ഇയാളൊരു കാര്യമില്ല, ഒരു പെണ്ണും ഒരാണും കൂടി ഒരു ഫ്ലാറ്റിൽ റൂമിൽ പോണെന്ന് പറഞ്ഞു ഉടനെ അതിന്റെ ഒരു ആവശ്യം ഇയാൾ അതിന്റെ പുറകെ പോയി. ഇയാൾ ഉണ്ടാക്കണ കുഴപ്പങ്ങള്, ഇയാളുടെ മണ്ടത്തരങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ എന്തിന്റെ ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ. കാരണം ഇയാളുടെ ഒരു പഴമക്കാരനും ഇയാള് അങ്ങനെ, അതുകൊണ്ടാണ് നമ്മൾ മറ്റേ ക്യാരക്ടറിനെ കൊണ്ട് പറയുന്നത് നിങ്ങൾ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇയാൾക്ക് പഴയ കണ്ടതും കേട്ടതും ഒക്കെ കേട്ട് പഴയ ഇതിലിരിക്കുന്ന ഒരാള്. അയാളുടെ സ്വഭാവം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലല്ല പുള്ളി പോകുന്നത്. ഇപ്പൊ ഒരു ആണും പെണ്ണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി, എടാ വാടാ പോടാ റിലേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അയാൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ ചിലപ്പോൾ ചില എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു അത് നമ്മൾ പഴയ സിനിമയിലുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഇയാളൊരു പഴയ ഒരാളാണ്, ഇയാളുടെ ചിന്തകൾ പഴയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇയാൾ ഈ ശരിക്കും പറഞ്ഞാൽ ആ ഡോറിൽ പോയിട്ട് മുട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അയാൾ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾക്ക് എങ്ങനെ രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഓടി സ്റ്റെപ്പ് ഇറങ്ങാൻ ടൈം കിട്ടൂല. അയാളുടെ ഇമേജിന് അയാളുടെ മാനത്തെ മനുഷ്യ കണ്ടാൽ ജമ്പ് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ പഴയ സിനിമകളിലുള്ള ഞാൻ പറഞ്ഞ ആ സമയത്ത് അയാളുടെ പഴമയ്ക്ക് അയക്ക് തോന്നുന്നത് ബുദ്ധിയാണ്. ഞാൻ അത് കണ്ടിട്ടാണ് ഇയാൾക്ക് എന്തിൻ്റെ കേടാണ്. അപ്പോൾ വിനീത് പറഞ്ഞു ചിലപ്പോൾ ചേട്ടാ ഇപ്പോഴത്തെ ഒരു ഇതിൽ ചാട്ടം നമുക്ക് വേണോ, അതല്ലാതെ നമുക്ക് വേറെ ആംഗിൾ എന്തെങ്കിലും പിടിച്ചാലോ എന്ന് പറഞ്ഞു. ഇയാളുടെ സ്വഭാവത്തിന് ഇയാൾക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ചെരുപ്പ് ഊരിയിട്ട് ആരെങ്കിലും ചെയ്യുമോ, സ്റ്റെപ്പ് ചാടുക എന്നൊക്കെ പറയുന്നത് അതാണ് ഇയാളുടെ. വന്നിട്ട് ഇയാൾ വന്ന് പറയണ മാറ്റർ വേറെയും ഒക്കെ പറയാം. അപ്പം അതൊക്കെ ഒരു ആ രീതിയിൽ അല്ലാണ്ട് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ അല്ലേ, നമ്മൾ കഥാപാത്രത്തിനെയാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ എത്തി. ഇപ്പം ഇനി ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്ന് നമ്മുടെ ബ്രോയാണ്. അത് തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഈ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊക്കെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ഇപ്പം ദിലീപേട്ടനെ വെച്ച് നോക്കുമ്പോൾ ദിലീപേട്ടന് ഡയാനയുണ്ട്, അർജുനുണ്ട്, ബ്രോയുണ്ട്. ഇതിലിപ്പം പെട്ടെന്ന് ദിലീപേട്ടനായിട്ട് ആദ്യം അടുത്തത് ഇതിൽ ആരായിരിക്കും? അർജുന ആണോ? എത്ര സമയത്തിനുള്ളിൽ അർജുൻ എടുത്തു? അർജുൻ വന്ന് കുറച്ച് ദിവസം അർജുൻ എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ഫെസിലിറ്റി ആണെന്ന് അർജുൻ. ഞാൻ പടത്തിൽ ഹീറോ കൂടിയാണ്, പക്ഷേ അർജുന് AC അന്നൊക്കെ AC റൂം അത് അതിന് നോക്കാൻ ആൾക്കാർ. പക്ഷേ അർജുനായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ ഈ അർജുന് അവർ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ഇതായിരുന്നു ട്രെയിനേഴ്സ് അവർ അതിൻ്റെ. അപ്പോൾ ബ്രില്യൻ്റ് ഡോഗായിരുന്നു. ഞാൻ ഇത്രയും നായ്ക്കളുടെ കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും ബ്രില്യൻ്റ് അർജുനാണ്.